Hello, dear children, and welcome to a class on language and linguistics. Today, we shall discuss on the origin of language, and we shall also go through some of the theories uh, regarding the origin of language. So, in the last class, we discussed various features of language. Now, let us try to look at the various theories regarding the origin of language. What precisely was the origin of this faculty is still a matter of dispute, and many learned treatises have been written on the subject. Again, there was not much agreement that can be reached. Origin എന്തായിരുന്നു ആദ്യത്തെ ലാംഗ്വേജ് എന്നോ ഒന്നും നമുക്കിപ്പോഴും ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത കിട്ടാത്ത ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഡൈനോസോർസ് എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതും അതിനു മുന്നേ ഉള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫിഷ് ആണ് ആദ്യം എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഡൈനോസോർസിന് മുന്നേ ആദ്യം എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള അതൊക്കെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് ഫോസിൽസിലൂടെയും അതേപോലെ തന്നെ അതിൽ ദ ട്രേസസ് ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ്, ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് to an extent, gauge to an extent what could have been history. But this one, even evolution of man, ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിലാണ് നമുക്ക് ഹോമോസാപ്പിയൻസും അതേപോലെ തന്നെ നിയാൻഡർതാൾസും രണ്ട് സ്പീഷീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹോമോസാപ്പിയൻസും നിയാൻഡർതാൾസ് ആർ 2 different species of human beings. Human beings എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. നിയാൻഡർതാൾസ് ആർ ദ വൺസ് ദാറ്റ് ലുക്ക് വെരി സിമിലർ ടു മാൻ, ഹോമോസാപ്പിയൻസ്, ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മേർജിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്പെക്കുലേഷൻസ് ആണ്, കുറേയൊക്കെ നമുക്ക് ഒബ്സർവേഷനിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സംഭവം ദാറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിഫൈൻ. What could have been the origin of language is something that is very difficult to clearly give to give a clear cut understanding about. പല തിയറീസ് ഉണ്ടായിട്ടുണ്ട്. പല ഇതിൽ നിന്നായിരിക്കാം, ഇങ്ങനത്തെ ഇതിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. Have you ever wondered what the first language must have been? How did language begin, or when did it begin? Well, we can only speculate. It is very, very difficult to give a precise answer to these truths which existed several million years ago. We found the existence of dinosaurs and of course that great giant fish before the dinosaurs through the fossils. We knew of man's pictographs from the caves, but what about the sounds? What about speech that were not recorded? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെയാണ്. ഈ ബ്രീത്ത് ചെയ്യുന്ന എയറും അതേപോലെ തന്നെ ഓക്സിജനും ഒക്കെ നമുക്ക് നമ്മൾ ഈ ഒരു നിമിഷം ചെയ്യുന്ന സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള, just like the air cannot see, cannot understand, cannot gauge from where it comes. It is like that. I'll give another example, perhaps that you will be able to understand. Like സപ്പോസിങ് നമുക്ക് ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല, CCTV ഇല്ല, ക്യാമറ ഇല്ല, ഫോണില്ല, TV ഇല്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല എന്ന് വെച്ചു. നമ്മൾ ഒരു കാര്യം പറയുന്നത് ഓറൽ ട്രഡീഷൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓറൽ ട്രഡീഷൻസ് നമ്മൾ പറഞ്ഞ കുറേ കഥകൾ ഇങ്ങനെ കൈമാറി വരുന്ന സംഭവമാണ്. അങ്ങനെയായിരുന്നു ആദ്യം കിട്ടിയിരുന്നത്. പക്ഷെ ഇതിനൊക്കെ മുന്നേ, ഓറൽ ട്രഡീഷൻസിനൊക്കെ മുന്നേ മനുഷ്യൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സമയത്തുള്ള ഗാഡ്ജറ്റ്സോ ഒന്നും തന്നെ ഇല്ല അല്ലേ.
അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് എന്തായിരുന്നിട്ടുണ്ടാവും ആദ്യ മനുഷ്യൻ ആദ്യമായിട്ട് സംസാരിച്ച ആ ഭാഷ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടോ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരം അറിയാനോ ഇൻഫർമേഷൻ അറിയാനോ നമുക്ക് പറ്റില്ല എന്നല്ല, ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് നോൺ ആൻഡ് പെർഹാപ്സ് ഇറ്റ് വിൽ നെവർ ബി നോൺ ഓൾസോ. വി ഡോണ്ട് നോ. അപ്പോൾ ഈ പല തിയറീസിൽ നിന്നും മാത്രമേ നമുക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഒരു 10%, 100%നകത്തൊരു 10% എങ്കിലും നമുക്കൊരു ഈ പല തിയറീസിൽ നിന്നും നമുക്കൊന്ന് സ്പെക്കുലേറ്റ് ചെയ്യാം. ഇതായിരിക്കാം ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്ന പല 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 ലാംഗ്വേജസിൻ്റെ ഒറിജിൻ. എല്ലാം ഒന്നിൽ നിന്നായിരിക്കണമല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലാണ്ട് എല്ലാത്തിൽ നിന്ന് പല തരത്തിൽ നിന്നല്ലല്ലോ. എല്ലാത്തിനും ഒരു ബിഗിനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബിഗിനിങ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. So to these questions, that what could have been the first language and all, we would just shrug our shoulder. In fact, even the sensible linguist polum, he would not be able to respond to such questions. Okay, we simply do not know. Perhaps we will never know how or when language began. It is just like few other puzzling mysteries of life. But that doesn't mean that the absence of such evidence has discouraged speculations about origins of language. എന്നും പറഞ്ഞുകൊണ്ട് ലാംഗ്വേജസിൻ്റെ ഒറിജിനെ പറ്റിയിട്ടുള്ള ഒരു that they have just given up എന്നുള്ളൊരു ഇതല്ല. ഈവൻ നൗ തിയറീസ് ആർ ബീങ് ഫോർമുലേറ്റഡ്. അതാണ് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. വേറൊരു സെക്ഷൻ തന്നെയുണ്ട്, ഒരു ഡിഗ്രി തന്നെയുണ്ട്, BA ഇൻ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്നും പറഞ്ഞിട്ടൊരു ഡിഗ്രി തന്നെയുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്നും പറഞ്ഞിട്ടൊരു ഡിഗ്രി തന്നെയുണ്ട്. MA in linguistics, BA in linguistics. You are studying about the nature of language there. And also we also have to study, അതിൽ നമുക്കും പഠിക്കാനുണ്ട്, പല അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിനെ പറ്റി പഠിക്കാനുണ്ട്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിനെ പറ്റി പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് നമുക്കുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടാവും. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കുക. അതൊക്കെ ജസ്റ്റ് ഒരു ബേസിൽ മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല, ഇതൊരു വലിയൊരു വാസ്റ്റ് ഫീൽഡ് തന്നെയാണ്. If you feel you want to do your masters in linguistics, you can also do that. After doing your BA in literature, language and literature, if you feel, if you are very interested in this topic, you can do your masters in linguistics. Okay, all top universities provide a masters postgraduate course in linguistics as well. Okay, so over the centuries, many theories have been put forward, and just about all of them have been challenged, discouraged, and often ridiculed also. You must understand that each theory accounts only for a small part of what we know about language. ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ തിയറീസിൽ നിന്ന് വരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ തിയറീസ് കണ്ടുപിടിച്ചവർക്ക് തന്നെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ, ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന വാസ്റ്റ് ഓഷൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. At present, we have 4 or 5 theories often identified or known by their nicknames. And all of them, these 5 of the oldest and most common theories of how language began are some of the ones that we are going to study. Bow wow theory, ding dong theory, പേരൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. Poo Poo Theory, gesture theory, yee hee ho theory, musical theory, and so on. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലൊന്നും തന്നെ അത് ഒരു ചെറിയൊരു കടുകുമണിയുടെ ഒരു അത്ര വരെ അവർക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വേറൊരു സംഭവം. അതും ഈ ബൗ വാവ് തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ബൗ വാവ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ സൗണ്ട്? ഒരു പട്ടി കുരയ്ക്കുന്ന പട്ടിയുടെ കുരയാണല്ലേ ബൗ വാവ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്ന ഈ the species called humans, they like to imitate, അല്ലേ?
ഇറ്റ് ഈസ് ഇൻഫാക്ട് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ വെരി നേച്ചർ. മനുഷ്യൻ്റെ ആ നേച്ചറിൽ തന്നെ ഉണ്ട് മിമിക് ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. സോ സം ഹാസ് ദ എബിലിറ്റി ടു ഇമിറ്റേറ്റ് വെരി വെൽ. സം മേ നോട്ട് ബി ഏബിൾ ടു ഇമിറ്റേറ്റ് ദാറ്റ് വെൽ, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇതിൻ്റെ അമ്മയും അച്ഛനും നടക്കുന്ന പോലെ അല്ലെങ്കിൽ പെരുമാറുന്ന പോലെ അവരുടെ ഭാഷ ശൈലി എന്താണോ അത് അതേപോലെ പഠിച്ചെടുക്കുന്നു. അത് വളരുന്ന ആ സാഹചര്യം കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു സ്ലാങ് ആയിരിക്കും അത് പഠിച്ചെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ദേ ലൈക്ക് ടു ഇമിറ്റേറ്റ്. ഈവൻ ചിൽഡ്രൻ ദേ സ്റ്റാർട്ട് ഇമിറ്റേറ്റിംഗ് ദെയർ പേരൻസ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ദെയർ ഇൻ അവർ വെരി നേച്ചർ ടു ഇമിറ്റേറ്റ്. ആൻഡ് വി ഓൾസോ ലൈക്ക് ടു ഒബ്സർവ് ദ സൗണ്ട്സ് അല്ലേ. ഒരു കൊച്ചു കുഞ്ഞിനോട് പട്ടി എങ്ങനെയാണ് കുരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു തരും, ബൗ 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 എന്ന് പറഞ്ഞു തരും അല്ലേ. അല്ലെങ്കിൽ പൂച്ച എങ്ങനെയാണ് കരയാന്ന് ചോദിച്ചാൽ മ്യാവ് മ്യാവ്. സോ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ദെയർ ഇൻ അവർ നേച്ചർ ടു ഒബ്സർവ്, ടു ലിസൺ ആൻഡ് ദെൻ ഇമിറ്റേറ്റ് ദ സൗണ്ട്. Right? So imitating and mimicking is in our very nature itself. Now, according to this theory, ഈ തിയറി അനുസരിച്ച് language began when our ancestors started imitating the natural sounds around them. Now, ancestors എന്ന് പറയുമ്പോൾ I am speaking about the first few men or when the human beings started to appear on earth and they started to speak. ആദ്യമൊക്കെ ഈ നമ്മൾ കുരങ്ങിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ഇവല്യൂഷൻ ഇസ് ഫ്രം ദി എയ്പ്സ് എന്നാണ് പറയുന്നത്. അതും എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് ദീസ് ആർ ഓൾ സ്പെക്യുലേഷൻസ്. യാ ഓഫ് കോഴ്സ് ദെയർ ആർ സർട്ടൻ ഫോസിൽസ് ദാറ്റ് സേ സോ ഓൾസോ, ബട്ട് സ്റ്റിൽ സോ ആദ്യമൊക്കെ അതേപോലത്തെ സൗണ്ട് ആയിരിക്കും അത് വെച്ചിട്ട് മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ലാംഗ്വേജ്, ഈ ഭാഷ എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ ഇമിറ്റേറ്റിംഗ് ദ നാച്ചുറൽ സൗണ്ട്സ് അറൗണ്ട് ദം. So perhaps the first speech by man could have been, which one? Onomatopic. What is onomatopoeia? Onomatopoeia നിങ്ങൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ പഠിച്ചിട്ടുള്ളതാണ്. Onomatopoeia means the sound of the words that has the sound of certain animals, or the words that echo the sounds of their reference, the sounds marked by that echoic words, like the cows, mooing of the cows, moo എന്ന് പറയുന്ന mooing of the cows അല്ലേ. meow of the cats, കുക്കു കരയുന്നത് എങ്ങനെ, കുക്കു എന്നല്ലേ കരയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സൗണ്ട്. അതേപോലെ തന്നെ സ്നീസ് എങ്ങനെ അച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്നീസ് ആ സൗണ്ട് പോലെയാണത് വരുന്നത്, സ്നീസ് അല്ലേ. അപ്പോൾ സ്നീസ്, യെസ്. ദെൻ യു ഹാവ് ക്വാക്ക്, പിന്നെ ഹിസ്, സ്നേക്സിൻ്റെ ഹിസ്സിങ്. അപ്പോൾ ഇതൊക്കെ ഓണോമെറ്റോപ്പിക് വേർഡ്സാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഈ തിയറി ഒരു രീതിയിൽ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കടുകുമണിയുടെ അത്രേ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഒരു ചെറിയൊരു അംശം മാത്രം, ലാംഗ്വേജിൻ്റെ ഒരു ചെറിയൊരു ഒറിജിൻ ഇതിൽ നിന്നും ആയിരിക്കാം എന്നാണ് അവർ പറയുന്നത്. ബട്ട് എത്രത്തോളം വാക്കുകളുണ്ട് ഓണോമെറ്റോപ്പിക് വേർഡ്സ്? വി ഹാവ് ഓൺലി വെരി ഫ്യൂ ഓണോമെറ്റോപ്പിക് വേർഡ്സ്, right? Very few onomatopic words. So the primitive hunters may have imitated in gesture as well as sound the animals and birds he saw in order to convey the matter to his friends. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു, വേടന്മാരായിരുന്നു, ഹണ്ടേഴ്സ് ആയിരുന്നു. സോ ദ തിയറി ലുക്സ് വാലിഡ് ആൻഡ് റിലയബിൾ ടു എൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ കൂട്ടുകാരോട് പറയാനായിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ട്, അല്ലെങ്കിൽ there is if you come to this section you will find this sort of animal or this sort of birds you can hunt down, or maybe fruits that he comes across. So he would give a signal in the form of sounds, imitating the sound of say perhaps that particular animal, or maybe even cooing or whistling. Whistle is the
ഈ ഇന്ന സ്ഥലത്ത് ഭക്ഷണം ലഭ്യമാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് there would be fruits and things or animals that can be hunted down, so they would have food. അപ്പോൾ അത് സിഗ്നൽ ചെയ്യാനായിട്ടായിരിക്കാം ഇങ്ങനത്തെ സ്പീച്ച് സൗണ്ട്സ് അവരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ this theory looks valid and reliable in explaining the formation of certain words. പക്ഷേ it keeps silent about how the majority of other words formed. ഓണോമെറ്റോപ്പിക് വേർഡ്സ് വളരെ കുറച്ച് വേർഡ്സ് അല്ലേ ഉള്ളൂ, എല്ലാം ഒന്നും ഓണോമെറ്റോപ്പിക് അല്ല അല്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള വാക്കുകളുടെ ഫോർമേഷൻ, ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് വേർഡ്സ്, ഹൗ ദേ വേ ഫോംഡ് ഓർ ഹൗ ദേ ഒറിജിനേറ്റഡ് ഈസ് നോട്ട് നോൺ. സോ ദിസ് തിയറി ഹാസ് എ ലോട്ട് ഓഫ് വീക്ക്നെസ്, റൈറ്റ്. പിന്നെ അത് മാത്രമല്ല, ഈ സ്പീച്ച് സൗണ്ട്സ് ഓഫ് ദി നമ്മൾ ഇതിൻ്റെ വേർഡ്സ്, there are several other onomatopic words which does not actually have the same sound of what they are referring to. For example, whistle എന്ന് പറയുന്നത്, വിസിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസിലിൻ്റെ സൗണ്ട് വ്യത്യാസമുണ്ട് അല്ലേ. പക്ഷേ വിസിൽ എന്ന് പറയുമ്പോൾ അതിനൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻ ഹാവ് ദറ്റ് കംപ്ലീറ്റ് ഓർ എക്സാക്റ്റ് സൗണ്ട് ആസ് ടു വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. വിസ്ലിംഗ്, ദ സൗണ്ട് ഓഫ് വിസ്ലിംഗ്. ബബിളിന് ആ ബബിളും അതേപോലെ തന്നെ ദി സൗണ്ട് ഓഫ് ദ ബബിൾ ഓർ ദ ഇമേജ് ഓഫ് ദ ബബിൾ ആൻഡ് ദി ബബിൾ വെൻ ഇറ്റ് ബേസ്റ്റ്, ആ ബബിൾ ബേസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ബബിൾ ഫോം ചെയ്യുന്നതിനൊന്നും അതിങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ കൂടിയും അതിനൊരു എക്സാക്റ്റ് സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. സ്നീസ് is also another word that has similarity but not exactly similar. Puff, sneeze. Rattle, yes, rattle is റാറ്റിലിംഗ്, അത് കട്ട 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 സൗണ്ട്. ആ റാറ്റിൽ സൗണ്ട് ആണെങ്കിലും സിമിലാരിറ്റി ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അത് മാത്രമല്ല, വേറെയും കുറേ സ്ഥലങ്ങളിൽ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാർക്കിംഗ് ഓഫ് ദ ഡോഗ്, നമ്മൾ ബൗ ബൗ എന്ന് പറയും, ഇംഗ്ലീഷിൽ ബൗ വാവ് എന്ന് പറയുന്നു. ബ്രസീലിൽ അത് ഹാം എന്നാണ് പറയുന്നത്. സോറി, അൽബാനിയയിൽ അതിനെ ഹാം എന്നാണ് പറയുന്നത്. ബ്രസീലിൽ അതിനെ ഔ എന്നാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ചൈനയിൽ ബാങ് എന്നാണ് പറയുന്നത്, വാങ്. അപ്പോൾ ഈ ബൗ സൗണ്ടാണ്, പട്ടി കുരയ്ക്കുന്ന സൗണ്ടാണ് പല സ്ഥലങ്ങളിലും ഓണോമെറ്റോപ്പിക് വേർഡ്സ് വ്യത്യാസമായി വരുന്നുണ്ട്. അപ്പോൾ അതിലും ഈ തിയറി ഫെയിൽസ് ടു ഗിവ് എ വാലിഡ് റീസൺ to the origin of language. So this theory has a lot of weaknesses and it cannot answer questions like how language obtained or is obtained and how it is articulated, and how signs are arbitrary, that is no connection between the word and the sound it stands for. ഇപ്പോൾ ഓണോമെറ്റോപ്പിക് വേർഡ് ഇപ്പോൾ കുക്കു എന്ന് പറയുന്നത് അതിൻ്റെ സൗണ്ടും ഇത് ആ വാക്കും തമ്മിലൊരു കണക്ഷനുണ്ട്. പക്ഷേ അത് majority of the words, like for instance tree, what connection does it have with the meaning of the word? Somebody named it a tree. I told you that in the last video, that the meaning and to what that thing stands for has no relation. It is out of impulse. Somebody called it, okay, ഇതിനെ നമ്മൾ ഇനി തൊട്ട് ട്രീ എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പം ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും അതിനെ ട്രീ എന്ന് വിളിച്ചു തുടങ്ങി. ഇത്ര വലിയ ട്രങ്കും ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് പൊക്കമുള്ള നിറയെ ഇലകളുള്ള ഒരു സാധനത്തെ നമുക്ക് ട്രീ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും, പിന്നെ ആ കമ്മ്യൂണിറ്റി മൊത്തം ട്രീ എന്ന് വിളിച്ചു തുടങ്ങി. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ അത് പേടെന്ന് വിളിച്ചു തുടങ്ങി അല്ലേ. അപ്പോൾ ഇതിപ്പോൾ സദേൺ സ്റ്റേറ്റ്സിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അതിന് വൃക്ഷം, അത് സാൻസ്ക്രിറ്റിൽ അതിനെ വൃക്ഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൃക്ഷം എന്ന് മലയാളത്തിലും മരം എന്ന് തമിഴിലും. അപ്പോൾ കമ്മ്യൂണിറ്റി ഡിസൈഡ് ചെയ്യുന്നു, അതങ്ങനെ അങ്ങ് വിളിച്ച് അതിങ്ങനെ ഇതാക്കി പോകുന്നു. ഇപ്പം നമ്മളെ ബാഹുബലിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടൊരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊരു പുതിയ ലാംഗ്വേജ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് ഓരോ വാക്കിനും ഓരോ അർത്ഥം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ലാംഗ്വേജസ് ഫോർമുലേറ്റഡ് ആയിട്ടുണ്ടാവുക ഒരുപാട്. അപ്പോൾ അത് ആക്ച്വലി തിങ്കിങ് അബൌട്ട് ഇറ്റ് ഇസ് ഒരുപാട് സയൻറ്റിഫിക് ആണിത്, സയൻസാണ് ബേസിക്കലി.
Linguistic is a part of science also. So it's very interesting. If you are interested in linguistics, you can really give it a try. The next one is, the next theory is ding dong theory. Okay, the tamasha perigal bow wow theory, ding dong, artha ding dong theory. The ding dong theory is generally associated with the name of the great German scholar and philologist Max Muller. Max Muller's theory. This theory stresses that the rhythmical nature of the universe, or stresses on the rhythmical nature of the universe and the sense of rhythm innate to all human beings. നമ്മൾക്ക് ഇൻബോൺ ആയിട്ടാണ് നമ്മൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ദർ ഇസ് എ റിഥം ഇൻ ദ നേച്ചർ ഇൻ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ്. ദർ ഇസ് റിഥം ഇൻ അവർ ഹാർട്ട് ബീറ്റ് അല്ലേ? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. നമ്മൾ അയംബിക് പെൻറ്റാമീറ്റർ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ അതിനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു. അയംബിക് പെൻറ്റാമീറ്ററിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ എക്സാമ്പിളാണ്. ടം 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 അല്ലേ, സൗണ്ടാണ്. അതേപോലെ അപ്പോൾ ഓരോന്നും നമ്മൾ എടുത്ത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാറ്റ് വീശുന്നതിനൊരു ഋതമുണ്ട്. മരം സ്വേ ചെയ്യുമ്പോൾ കാറ്റത്തോട് മരം ഇങ്ങനെ ചാഞ്ചാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ടുണ്ട്, അതിനൊരു ഋതമുണ്ട്, ഒരു മ്യൂസിക്കുണ്ട്. കുരുവിയുടെ പാട്ടിനൊരു ഈണമുണ്ട്, ഒരു താളമുണ്ട്. നമ്മുടെ എന്താ ദി റിവർ വെൻ ഇറ്റ് ഫ്ലോസ്, ഇറ്റ് ഹാസ് എ ഋതം അല്ലേ? അപ്പം എല്ലാത്തിലും ചുറ്റും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ശബ്ദവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഒബ്സർവ്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ഫോർ സം ടൈം ആൻഡ് ഒബ്സർവ്. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈന്യൂട്ട് സൗണ്ട്സ് ഓൾസോ, right? And this theory holds that language may have originated from this particular sense that man has from the beginning, that man has been given right from when he is born. ആ ഋതത്തിൽ നിന്നും ആയിരിക്കാം, ആ സെൻസറി ഇംപ്രഷൻസിൽ നിന്നായിരിക്കാം. അതും മനുഷ്യൻ്റെ ഒബ്സർവേഷൻ കാരണം, നേച്ചറിൽ നിന്നും മനുഷ്യൻ്റെ ആ സെൻസറി ഇംപ്രഷൻസ് ദാറ്റ് മാൻ റിസീവ്ഡ് ഫ്രം നേച്ചർ ഫൗണ്ട് എക്സ്പ്രഷൻ ഇൻ ഹിസ് വോക്കൽ സൗണ്ട്സ്. അപ്പോൾ ആ പാട്ടും ആ ഋതത്തിൽ നിന്നും മനുഷ്യൻ്റെ ആ വോക്കൽ സൗണ്ടിലൂടെ വരുന്ന ഓരോ സൗണ്ടിന് മേ ബി ഹി മസ്റ്റ് ഹവ് പ്രൊഡ്യൂസ്ഡ് സർട്ടൻ സൗണ്ട്സ് വെൻ ഹി was sitting next to a stream and the stream is flowing. There is a rhythm in the stream, the flow of the stream, and he suddenly felt like something within him, he felt like uttering certain sounds and it became musical. Maybe language originated like that, and that is why it is called ding dongs, the vocal sound or the ding dongs. The original sounds people made were supposedly in harmony with the world around him. The early man might have ding-donged phonetically to the swaying of the trees in the wind. അപ്പോൾ മരങ്ങൾ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, മരങ്ങൾ കാറ്റത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാവുന്ന, അതിൽ early man may have ding-donged to it. Ding-dong, so it means found a rhythmical expression as through his vocal sounds. Maybe he felt like saying something, some words he may have uttered some words. So that could have been the first origin of the first languages or first few words. അങ്ങനെയും പറയുന്ന ഒരു തിയറിയാണിത്. അല്ലെങ്കിൽ the movement of the stream as I told you. അപ്പോൾ ഇതെല്ലാം ഒരു പാട്ടിൻ്റെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെ, നമ്മൾ പാട്ട് പാടുമ്പോൾ അതിനൊരു അക്കമ്പനി ചെയ്തിട്ട് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോകുന്ന പോലെ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു സെൻസറി ഇംപ്രഷൻ ആയിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഒറിജിൻ എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ദ ഡിങ് ഡോങ് തിയറി. So every sensory impressions might have been like a striking of the bell, just giving him a new word which produces along with it a kind of vocal utterance. പെട്ടെന്ന് നമുക്ക് ഐഡിയ കത്തുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ പെട്ടെന്നൊരു ഈ പാട്ടും ഈ ഋതം, നേച്ചറിൻ്റെ ഋതത്തിലൂടെ ആൾക്ക് ചില വാക്കുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പുതിയ പുതിയ വാക്കുകളായിരിക്കാം
പുതിയ ആ ലാംഗ്വേജിൻ്റെ തുടക്കം എന്നാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത്. ആരാണ് ഡിങ് ഡോങ് തിയറിയുടെ എക്സ്പോണൻ്റ് ആരാണ്? മാക്സ് മള്ളർ. അടുത്ത തിയറി എന്ന് പറയുന്നത് പൂ പൂ തിയറി. ഈ പൂ പൂ തിയറി, ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ എന്തിനെയാണ് പൂ പൂ എന്ന് പറഞ്ഞാൽ ഛേ ഛേ ഫേ എന്ന് പറയുന്നത് എന്തിനെയാണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ദിസ് മീൻസ് ദാറ്റ് യു ആർ poo poo is an exclamation implying contempt, an exclamation implying disgust. So earlier it might have been used to belittle somebody or something. Then this theory traces all forms of speech utterances back to emotional interjections evoked by pain, surprises, pleasure, wonder, etc., or even to anticipations of them that would have, us believe that our more rational language that we use today could have been the refinement of these cries. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ലാംഗ്വേജസ്, ഇപ്പോഴത്തെ ഭാഷ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാക്കുകൾ, ഓരോ ഭാഷയിലെ ഓരോ വാക്കുകൾ ചിലപ്പോൾ ഇപ്പോൾ ജനറലായിട്ടാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് വാക്ക് മാത്രമല്ല, ജനറലായിട്ടുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും ഒരു ഒറിജിനാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്, ജനറലായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇപ്പം മലയാളം ആയാലും അതിൻ്റെയൊക്കെ തുടക്കം ചിലപ്പോൾ ഈ ക്രൈസിൽ നിന്നും, ഈ സർപ്രൈസസ്, ഇമോഷൻസിലൂടെ കൊണ്ടുവരുന്ന ചില അട്രൻസസ് ആയിരിക്കാം. ഇമോഷൻസ് ലൈക്ക് നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചു, അപ്പോൾ അയ്യോ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഈ അയ്യോ എന്ന് പറയുന്നതിൽ നിന്നായിരിക്കാം വേറെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല പല വാക്കുകളുടെ തുടക്കം ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. വേറൊരു അലാസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അലാസ് എവറിത്തിങ് ഈസ് ഗോൺ, എവറിത്തിങ് ഈസ് അൺഡൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ, അല്ലെങ്കിൽ ആ ഒരു സങ്കടം. ഇറ്റ് ഓൾ കുഡ് ഹാവ് ബീൻ because of this emotional feelings that are evoked by pain kondo, surprise kondo, pleasure kondo, പേടി കൊണ്ടോ, wonder kondo, wow എന്നുള്ള വാക്ക് it's just comes out like that അല്ലേ. It's basically because of the wonder. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, it doesn't know that it is that there is a word called wow or hi എന്ന് പറഞ്ഞു പോകുന്ന ഉള്ളിൽ നിന്നും വരുന്നതാണ്. So this poo poo theory states that it could be because of the emotional interjections that is either evoked by pain, surprises, pleasure, wonder, etc., that could have been the beginning of the refined language that we use today. This has been called poo poo theory. At first, this poo poo means something that we say out of it's an exclamation implying contempt or disgust. So here it could mean exclamations. Okay, normally ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്ക്ലമേഷൻസ് ആണ്. ഇപ്പം ഒരാൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ, ഒരാളെ ബിലിറ്റിൽ ചെയ്യുന്നതാണ്. വെൻ യു പൂ പൂ സംതിങ് ഓർ സംബഡി, യു ആർ ജസ്റ്റ് സേയിങ് ശേ എന്ന് പറയുന്ന പോലെയാണ്. യു പൂ പൂ സംതിങ്, you are making that person or something, belittle that person or something. So that shows are the emotions. Exclamations ഒക്കെ ഇമോഷൻസിൽ നിന്നും വരുന്നതാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ഈ തിയറിക്ക് ഈ പേരും കൂടെ എടുത്തുള്ളത്. ഇതെല്ലാം നിക് നെയിംസ് ആണ്. Another theory is the gesture theory, and this is by Wilhelm Wundt and Richard Paget. Wilhelm Wundt and Richard Paget, which was restated by Sir Richard Paget in his book Human Speech, is what we call this gesture theory. According to Wundt, the earliest method of communication could have been by sign or gesture. Sign or gesture-ലൂടെ ആയിരിക്കാം ആദ്യത്തെ മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. Such a language was natural and spontaneous one. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് ഈവൻ വി ഡു ദാറ്റ് ഈവൻ ടുഡേ അല്ലേ. വെൻ വി വോണ്ട് ടു കോൾ എ പേഴ്സൺ ടു ലെറ്റ് ഹിം നോ, ടു വിഷ് ഹിം or to ask him or her to come towards us,
when we try to speak by gesture to someone, we don't know, auto വിളിക്കുന്നു, we normally use gestures അല്ലേ. Now ഇതിലൂടെയാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജസ്റ്ററിലൂടെ സൗണ്ട് വരുന്നില്ല, പക്ഷേ ഇതിലൂടെയാണ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് വുണ്ട് പറയുന്നത്, വില്യം വുണ്ട്. ഓക്കെ, അപ്പോൾ now pay attention. Okay, now listen carefully. Now this points out by these theories that every gesture of the hand, നമ്മളുടെ കൈകളുടെ ഓരോ ജെസ്ചറും, it is accompanied by corresponding movement of the tongue, the lips and the jaw. അപ്പോൾ നമ്മുടെ കൈയും നമ്മളുടെ വായും നമ്മുടെ നാക്കും ചുണ്ടും അതേപോലെ തന്നെ നമ്മുടെ ജോ are all connected എന്നാണ് പറയുന്നത്. So the hand gesture later, ഇത് മനുഷ്യൻ്റെ ആദ്യ ഒരു ടൈമിൽ ദ ഹാൻഡ് ജെസ്ചർ, ഇങ്ങനെ വിളിച്ചുള്ള ഹാൻഡ് ജെസ്ചർ സൂൺ ബിക്കെയിം or this was displaced by corresponding tongue, lip and jaw gesture. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് വിളിക്കുന്നത് ഏയ് നൈ, ഓക്കെ, ഏയ് എന്നുള്ള ഒരു വിളിയായി. കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നതിന് പകരം ആ ജെസ്ചർ മാറിയിട്ട് ആ സൗണ്ടായി. ഫോർ ഇൻസ്റ്റൻസ്, when we lift our arm to point upwards, നമ്മുടെ കൈ എടുത്ത് പൊക്കി ഇങ്ങനെ മുകളിലേക്ക് പോയിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നാവും, our tongue also rises so that the tip of our tongue reaches the top palate. നമ്മുടെ വായുടെ ആ ടോപ്പ് പാലറ്റിൻ്റെ മുകളിൽ നമ്മുടെ നാവിൻ്റെ ആ ടിപ്പ് ചെന്ന് ഇങ്ങനെ തട്ടും. ഒന്ന് ചെയ്ത് നോക്കിക്കേ, കൈ ഒന്ന് പൊക്കി നോക്കി, ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാവ് അറിയാതെ തന്നെ അത് നമ്മുടെ മുകളിലത്തെ വായിൽ ആ ടോപ്പ് പാലറ്റിൽ അൺകോൺഷ്യസ് ആയിട്ട് അത് ചെന്ന് തട്ടും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം സിലബിൾസ് ഫോം ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ആയിരിക്കാം വാക്കുകൾ, സൗണ്ട് സിലബിൾസ് വരുമ്പോഴാണല്ലോ അത് വാക്കുകളായി മാറുന്നത്. So in this position, it readily produces the al sound, al, right, al, right, and it happens, this syllable is the basic one. I told you that in the beginning also, right. ഈ al എന്നുള്ള വാക്ക്, it is something that is there in most ancient languages, almost all the ancient languages. ഇംഗ്ലീഷും ഫ്രഞ്ചും ഹിന്ദിയും ഒക്കെ എന്ന് പറയുന്നത്, മലയാളം ആയാലും ഹിന്ദി ആയാലും തമിഴായാലും എന്തായാലും ഏതെല്ലി കാണുന്ന എല്ലാ ഭാഷയും ഏൻഷ്യൻ്റ് ലാംഗ്വേജസിൽ നിന്നും വന്നിട്ടുള്ള ഭാഷയാണ്. നമ്മളത് നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ല, പക്ഷേ PG പോവുകയാണെങ്കിൽ നിങ്ങളവിടെ പഠിക്കുന്നത് ഇൻഡോ ആര്യൻ ഫാമിലി. ആ ഇൻഡോ ആര്യൻ ഫാമിലി ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം. അതിൽ നിന്നാണ് നമ്മുടെ കുറേ ഈസ്റ്റേൺ ആൻഡ് യൂറോപ്യൻ ലാംഗ്വേജസ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഒരു സെറ്റ് ഓഫ് ഏഷ്യൻ യൂറോപ്യൻ ഇൻഡോ ആര്യൻ ഫാമിലിയിൽ നിന്നും മോഡേണൈസ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് മോഡിഫിക്കേഷൻസ്, എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് നമ്മൾ. അപ്പം നമ്മൾ അതിനും മുന്നേ ഉള്ള ആദ്യത്തെ ഭാഷയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇൻഡോ ആര്യൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒറിജിനൽ ഭാഷയെ ഫോമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് ഇൻഡോ ആര്യൻ ഭാഷ. അതിനും മുന്നേ ഉള്ള ഭാഷ ഏതായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഈ ജെസ്ചർ തിയറിയിലൂടെ ആയിരിക്കാം നമ്മളുടെ ഈ ലാംഗ്വേജ് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ നാവ് അതേപോലെ നമ്മുടെ ചുണ്ട്, നമ്മുടെ ജോ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. അങ്ങനെ ആവാം സൗണ്ടുകൾ പിന്നീട് ആ ഹാൻഡ് ജെസ്റ്റേഴ്സ് മാറിയിട്ട് അത് സൗണ്ട് ജെസ്റ്റേഴ്സായി മാറിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ എന്ന് പറയുമ്പോഴത്തേക്കും ആ കൈ ചൂണ്ടി നമ്മളുടെ നേർക്കല്ലേ ഈ കൈ ചൂണ്ടുന്നത്. മീ അല്ലെങ്കിൽ ഐ ഇൻ വിച്ച് ദ ലിപ്സ്, നമ്മുടെ ചുണ്ട് ആ ഡ്രിവൺ ടുവേർഡ്സ് ദ സ്പീക്കർ അല്ലേ. ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചുണ്ട് നമ്മുടെ
ഉള്ളിലേക്കാണ്, നമ്മൾക്ക് നേരെ ആണ് ചുണ്ട് വരുന്നത്. മീ എന്ന് പറയുമ്പോൾ മീ അല്ലേ, ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾക്ക് നേരെയാണ് ആ നമ്മുടെ കൈ എങ്ങോട്ടാണോ ചൂണ്ടുന്നത്, നമ്മളോടല്ലേ നമ്മളുടെ നേർക്കല്ലേ ചൂണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അതേപോലെ ദൗ എന്ന് പറയുമ്പോഴത്തേക്ക് ചുണ്ട് നേരെ ആ പറയുന്ന നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ നേർക്കാണ് ആ ചുണ്ട് അങ്ങോട്ട് തിരിയുന്നത്. അപ്പോൾ ദൗ. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ ലാംഗ്വേജസ് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അനദർ തിയറി. ഇതിലൊക്കെ ഒരുപാട് വീക്ക്നെസ്സസ് ഉണ്ട്, പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ചെറിയ അംശം മാത്രമേ ഇതൊക്കെ ആയിരിക്കാം ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ പേജറ്റ്, സർ റിച്ചർഡ് പേജറ്റ് analyzes large number of words in terms of mouth gestures and finds much evidence to support his theory. Okay, this was taken over, the one that was Wilhelm Wundt's അതാണ് ലേറ്റർ സർ റിച്ചർഡ് പേജറ്റ് എടുക്കുന്നതും ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഹി ട്രൈസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് തിയറി. ഹി സേസ് ദാറ്റ് എ ലോട്ട് ഓഫ് ഇറ്റ് ഈസ് മച്ച് the gestures are all connected to our lips, tongue and jaw, and he tries to give examples like I, the words I and me, you and thou, and all that. He tries to give evidence to support his theory. Okay, so that is the gesture theory. Now let's look at the next one, ye he ho theory. Now ye he ho theory is a theory that was put forward by the 19th century scholar Noer. Now Noer emphasizes that language has been formed from the words uttered by a group of people engaged in joint labor of some sort. നമ്മുടെ വഞ്ചിപ്പാട്ടിൽ തിത്തേത്തോം. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവും? അത് ജോയിൻ്റ് എഫേർട്ടിനെ ഈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താളം പിടിക്കലാണ് അവിടെ കാണുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് യൂറോപ്യൻ കൺട്രീസിൽ വെൻ യു കട്ട് ട്രീസ്, the timber, how did this word timber come? This word came when they were like, they used to sing a song at the same time when they cut the tree. When the tree fall, they would just say timber എന്ന് പറയുമ്പോഴാണ് അതിങ്ങനെ വന്ന് വീഴും. അത് maybe that's how the noises or the words came into being. Even now it is observed that people, while they are engaged in some group work like pushing a heavy object or cutting a big tree, they make noises in order to unburden themselves to a certain extent. നമ്മുടെ ഞാറ് നടുന്നത്, നെൽകൃഷി, ഞാറ് നടുമ്പോൾ കൊയ്ത്ത് പാട്ടുകൾ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാട്ടുകളെല്ലാം അവരുടെ ആ ചെയ്യുന്ന ആ ജോലി ഭാരിച്ച ജോലിയാണ് അല്ലേ. ഫിസിക്കൽ ലേബർ ഇസ് വെരി ഡിഫിക്കൾട്ട്. It is in fact a very difficult thing where a lot of energy is used. So they, in order to unburden themselves to certain extent, they sing song, boat race, അതുപോലെ തന്നെ ഞാറ് നടന്ന കൊയ്ത്ത് പാട്ടുകൾ, ഇതെല്ലാം they give these they sing these songs. So these songs, and how do you think these sounds come out? These sounds are involuntarily produced. അത് അവർ പോലും അറിയാതെ ഒരു ഋതത്തിലൊന്ന് വരുന്നതാണ്. അതിൽ നിന്നും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഞാറ് നടലും ഈ കൊയ്ത്ത് പാട്ടും അതേപോലെ തന്നെ ബോട്ട് റേസിലുള്ള നമ്മുടെ വഞ്ചിപ്പാട്ടും ഒക്കെ പിന്നീട് ഇപ്പോൾ ലാംഗ്വേജൊക്കെ ഫോമുലേറ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ മോഡിഫൈഡ് ആയിട്ട് വന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് മുന്നേ അത് വളരെ ബേസിക് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അത് ഇൻവോളണ്ടറി ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്പീച്ച് സൗണ്ട്സ് ആയിരിക്കാം. ആ സ്പീച്ച് സൗണ്ട്സിൽ നിന്നായിരിക്കാം വാക്കുകൾ ഫോമുലേറ്റഡ് ആയിട്ടുള്ളതും. ആൻഡ് ദെൻ എ സഡൻ റിലീസ് ഓഫ് ദീസ് സൗണ്ട്സ് ഫ്രം ദി ലങ്സ്. പെർഹാപ്സ് ഈ ഇത്രയും എക്സേർട്ട് ചെയ്യല്ലേ, അവരിങ്ങനെ ഒരുപാട് ജോലി ചെയ്യല്ലേ, അപ്പോൾ അതിൽ നിന്നും വരുന്ന ആ ഒരു സഡൻ റിലീസ് ഓഫ് എയർ ഫ്രം which is accumulated in the lungs may have produced some sounds. അതിൽ കൂടി ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഒരു റിഥം കണ്ടിട്ടുണ്ടാവാം, അതിൽ നിന്നായിരിക്കാം വാക്കുകൾ ഫോമുലേറ്റഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കാം ലാംഗ്വേജ് ഫോമുലേറ്റഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, so that is the
ഈ-ഹി-ഹോ തിയറി. ഓക്കെ, അടുത്തത് മ്യൂസിക്കൽ തിയറി. ഈ തിയറിയോടെ നമ്മളുടെ തിയറീസൊക്കെ കഴിഞ്ഞു. ഇനിയും ഉണ്ട്, കുറേ തിയറീസ് ഉണ്ട്, പക്ഷെ അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6 തിയറി മാത്രമേ എടുത്തിട്ടുള്ളൂ. ദിസ് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ സ്വിസ് ലിംഗ്വിസ്റ്റ് ഓട്ടോ ജെസ്പേഴ്സൺ. ഓട്ടോ ജെസ്പേഴ്സൻ്റെ ആണ് മ്യൂസിക്കൽ തിയറി. അതിപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കണം. നോയറിൻ്റെ ആണ് ഈ-ഹി-ഹോ തിയറി. ജെസ്ചർ തിയറി വന്നിട്ട് വിൽഹെം വുൻഡിൻ്റെയും സർ റിച്ചർഡ് പേജറ്റിൻ്റെയുമാണ്. അതേപോലെ ഡിങ് ഡോങ് തിയറി മാക്സ് മള്ളറിൻ്റെയാണ്. ഈ പേരുകളൊന്ന് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ അത് എന്താണെന്നുള്ള സംഭവം എന്താണെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ദിസ് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ സ്വിസ് ലിംഗ്വിസ്റ്റ് ഓട്ടോ ജെസ്പേഴ്സൺ ആൻഡ് ഹീ tries to use this theory to give us an evidence of, or to give us an understanding of the origin of language in music. According to him, language originated in the form of songs as a reaction to emotion, especially love and joy. അത് തന്നെയാണ് നമ്മുടെ ഈ ഇതിനകത്തും ഒരു എക്സ്റ്റെൻറ്റ് വരെയും പറയുന്നത് പൂ പൂ തിയറിക്കകത്ത്. എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജോയ് അല്ലെങ്കിൽ നമ്മുടെ മാനസിക ഇമോഷൻസ് ആണ് അതിലൂടെ വരുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ പോലും അറിയാതെ ചില സൗണ്ടുകൾ പുറത്ത് വരുന്നതാണ്, ഇമോഷൻസിലൂടെ വരുന്നതാണ്. അത് മ്യൂസിക് ആയിരിക്കാം. കൂടുതലും നമ്മുടെ ഉള്ളിൽ തന്നെ റിഥമുണ്ട്, നമ്മുടെ ഹാർട്ട് ബീറ്റിന് തന്നെ ഒരു റിഥമുണ്ട്. We are already into rhythm. Our movement has a rhythm, our speech has a rhythm, our talk has a rhythm, the way we walk has a rhythm, the way we carry ourselves has a rhythm, the world around us has a rhythm, the cosmic order has a rhythm. എല്ലാം ചുറ്റും നോക്കുകയാണെങ്കിൽ rhythm ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നായിരിക്കാം ഈ മ്യൂസിക്കിൽ നിന്ന്, ഇപ്പം മ്യൂസിക്കൽ തിയറി പറയുന്നത് മ്യൂസിക്കിൽ നിന്നായിരിക്കാം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി ലവിനോടും ജോയ്. ദീസ് ആർ ദ സ്ട്രോങ് ഇമോഷൻസ് അല്ലേ. ഏറ്റവും സ്ട്രോങ് ഇമോഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ആൻഡ് ജോയ് ആണ് സ്ട്രോങ് ഇമോഷൻസ്. ഈ സ്ട്രോങ് ഇമോഷൻസ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് feelings in the mind, and it brings out and it just comes out in the form of speech sounds. This excitement comes out in the form of speech sound. So according to Jesperson, language was born in the courting days of mankind. What is courting days? When man was in love with his beloved. Courting days. And first utterances of speech I fancy to myself like something between nightly love lyrics of Puss upon the Tiles and the melodious love songs of the nightingale. This is Jesperson's quotes. Jesperson's method was to trace the history of language backward, looking for long-term trends and assuming that these trends had existed since the beginning of language. So these things he tries to find this theory in music, and music connected to love and joy, especially the love that existed in the courting times when the lover would try to win the hand of his beloved, or he would want her to be his mate, and so and such things and so on. So that could have been the one reason for this evolution of language, is what the musical theory is all about, and this was put forward by Swiss linguist Otto Jesperson. But all these theories can only give a small, വളരെ ചെറിയ ഒരു രീതിയിൽ മാത്രമേ അതിനൊരു ലോജിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതും അതിന് ഫുള്ളായിട്ട് പോയിട്ട് ഒരു ചെറിയ ഒരു രീതിയിൽ മാത്രമേ അതിനൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റുള്ളൂ റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. നോ തിയറി അവൈലബിൾ അറ്റ് പ്രസൻറ്റ് conclusively proves how language originated. ഒരു തിയറി പോലും ഇപ്പോൾ ഈ നിലവിൽ ഉള്ളതിൽ ഒരു തിയറി പോലും ഇല്ല നമുക്ക് ലാംഗ്വേജിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു തിയറി പോലും ആക്ച്വലി സ്പീക്കിംഗ് ഇല്ല. All the theories that I told you are just plausible explanations as to how language might have begun. എങ്ങനെ ഇത് തുടങ്ങിയതെന്ന് എങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ, പ്ലോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ.
So we cannot be sure whether there was an original common language, whether language was invented at different places in different periods. Since we started this chapter itself discussing some important properties of human language, നമ്മൾ human language ൻ്റെ ഫീച്ചേഴ്സും ഒക്കെ പറഞ്ഞിരുന്നു. So we don't know as such as to how it began, where it began, was there just ഒരു കോമൺ ലാംഗ്വേജിൽ നിന്നാണോ തുടങ്ങിയത്? അതായിരിക്കാം, പോസിബിളി അതായിരിക്കാം. എന്തിനും ഒരു തുടക്കം വേണമല്ലോ. അതോ പല തരത്തിൽ പല സമയങ്ങളിൽ നിന്നാണോ ഈ ലാംഗ്വേജ് ഫോർമുലേറ്റഡ് ആയിട്ടുള്ളത് എന്നൊന്നും നമുക്ക് വലിയ പിടുത്തം ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴത്തെ കാര്യമോ അല്ലെങ്കിൽ 2000-3000 വർഷത്തിന് മുന്നേ ഉള്ള കാര്യമോ അല്ല, അതിനും മുന്നേ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ തുടക്കം ആ ഒരു സമയത്തുള്ള അതിൽ നിന്നും വന്നിട്ടുള്ള ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒറിജിൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. Okay, so with that we'll stop. The theories are over. Next video we shall discuss the difference between speech and writing. Okay, so one essay is over. This is a sure question. Musical theory, all these theories, origin of language is normally asked as an essay question. So this is a sure question, and also the features of language which I discussed in the last 2 videos, that is also very important, because you will get a lot of short questions from that. Maybe it may even come as a essay question. You would definitely get all these things, the topics that I discussed in the features, as short notes or paragraph questions. So please don't don't skip these videos. I would definitely advise you to take down notes, especially you are in the final year and there is no chance of coming to college anytime soon. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുക, ഉഴപ്പല്ലേ, നന്നായി പഠിച്ചോളൂ. എക്സാംസ് ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈൻ എക്സാംസിനെ പറ്റിയിട്ടൊക്കെ യൂണിവേഴ്സിറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. എനിവേ യു സ്റ്റേ അറ്റ് ഹോം, ഡോണ്ട് ഗോ ഔട്ട് അൺനെസസറിലി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനാവശ്യം, എസ്പെഷ്യലി ടു ദ ബോയ്സ്, please don't go out unnecessarily. Girls also, please stay at home. Please take care of yourself and be safe. So thank you children, and keep yourself safe.